ആയാൽ ആ ഏക നാമം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ളത് കൊണ്ട് അവനെ തിരസ്കരിക്കുന്നവർക്ക് ആർക്കും എന്താണ് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രായപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് പുത്രനുള്ളവർക്ക് ദൈവമുണ്ട്, പുത്രനില്ലാത്തവർക്ക് ദൈവമില്ല. ആയാൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിക്കുവാനോ ഈ ഭൂമിയിൽ എന്ത് തോന്നിവാസം കാണിക്കുവാനോ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. ഈ ഭൂമിയിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ല. ഈ ഭൂമിയിൽ രോഗസൗഖ്യം കിട്ടാനും ഒരു പരിധിവരെ ദൈവത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപമോചനം യേശുക്രിസ്തുവിൽ മാത്രമാണ്. ലോകത്തിൽ മറ്റെവിടെയും അത് കിട്ടത്തില്ല. ഒരു ക്രിസ്തീയ മത പുരോഹിതന്മാർക്കും ഒരു ക്രിസ്തീയ മതവിശ്വാസത്തിന് യാക്കോബയോ കത്തോലിക്കയോ മർത്തോമയോ എന്തുമായിക്കോട്ടെ, ഇവിടെ എങ്ങും പാപമോചനമില്ല. പാപമോചനം യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ആകയാൽ മരണമുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ കേട്ടുകൊള്ളുവിന്. അഹങ്കാരത്തോടും നഗല ഹൃദയത്തോടും കൂടെ നീ ഇതിനെ തള്ളിക്കളഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിരിക്കും നമ്മുടെ നിസ്സാരത്തെ നിനക്കറിയാമോ? ഒരു ഞരമ്പ് തെറ്റിക്കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ കട്ടിൽ കടന്ന് നരയ്ക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഇന്നലെ വരെ എന്താണ് മറ്റുള്ളവരെ വെല്ലുവിളിച്ചും സുവിശേഷകന്മാരെ തല്ലിയും ആ യേശുക്രിസ്തുവിനെ ചീത്ത വിളിച്ച് നടന്ന പലരെ എനിക്കറിയാം. അവർ ഓരോ നിമിഷത്തെയും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എന്നാണ് കഠിനമായിരിക്കുന്ന നിലവിളിയോട് കഴിയാണ്.